السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അശ്ശുഹദാഉ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഷഹീദുകൾ, ശുഹദാക്കൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഷഹീദ്, ശുഹദ എന്നുള്ള വാക്ക് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു പദമാണ്. അതിൻ്റെ പരിഭാഷ ആവശ്യമില്ലാത്ത വിധം നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഷഹീദ് എന്നുള്ള വാക്ക്. വിശുദ്ധ ഇസ്ലാമിൽ, വിശുദ്ധ ഖുർആനിലും സഹീഹായ ഹദീസുകളിലുമൊക്കെ ധാരാളം ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള, മഹത്വം വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ശുഹദാക്കൾ. രക്തസാക്ഷികൾ എന്നാണ് നമ്മൾ അതിന് പരിഭാഷപ്പെടുത്താറുള്ളത്. ശുഹദാക്കൾക്ക് നമ്മൾ അങ്ങനെയാണ് പരിഭാഷപ്പെടുത്താറുള്ളത്. എന്തുകൊണ്ടാണ് ഷഹീദ് എന്ന വാക്ക്, ഷഹീദിന് ഷഹീദ് എന്ന് പറയാൻ കാരണം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണമടഞ്ഞ, വഫാത്തായ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകളെക്കുറിച്ച്, അവരെക്കുറിച്ചാണ് നമ്മൾ ഷഹീദ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളെക്കുറിച്ച് ഷഹീദ് എന്ന് പറയുന്നത്? ഷഹീദ് എന്ന് പറയുന്ന അർത്ഥം ശരിക്കും ഷഹീദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചു, സാക്ഷിയായി എന്നാണ്. അപ്പോൾ ഷഹീദ് എന്ന് പറഞ്ഞാൽ ശരിക്കും സാക്ഷി എന്നാണ് അർത്ഥം. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരാളെ കുറിച്ച് എന്തുകൊണ്ട് ഷഹീദ് എന്ന് പറയുന്നു? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാലിഹ് ആലു ഷെയ്ഖ് ഹഫിളഹുല്ലാ, അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ലിമാദാ സുമ്മിയ ഷഹീദു ഷഹീദൻ, ഷഹീദിന് ഷഹീദ് എന്ന് പേര് വിളിക്കാനുള്ള കാരണം എന്താണ്? യുദ്ധത്തിൽ മരണപ്പെട്ട ഒരാളെ ഷഹീദ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിൽ അദ്ദേഹം കൊടുത്ത മറുപടി, ലിഅന്നഹു യശ്ഹദു അലാ സിദ്ഖിഹി മഅ അല്ലാഹി തആല ബിദമിഹി, അള്ളാഹുമായിട്ടുള്ള അവൻ്റെ ബന്ധത്തിലുള്ള സത്യസന്ധത, അതവൻ്റെ രക്തം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തുകൊണ്ട് അതിന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. രക്തം കൊണ്ട് അള്ളാഹുമായിട്ടുള്ള അവൻ്റെ ബന്ധത്തിലെ സത്യസന്ധതയ്ക്ക് അവൻ സാക്ഷിയായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നമ്മുടെ ശരീരം, രക്തം അള്ളാഹുവിന് വേണ്ടി കൊടുക്കണം. അള്ളാഹുമായിട്ടുള്ള അവൻ്റെ ബന്ധത്തിൽ അവൻ സത്യസന്ധനാണ്. അള്ളാഹുവിന് വേണ്ടി അവൻ എന്തും കൊടുക്കാൻ തയ്യാറാണ്, ജീവൻ കൊടുക്കാൻ തയ്യാറായി എന്നത് അവൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യുദ്ധത്തിൽ മരണമടഞ്ഞയാൾക്ക് ഷഹീദ് എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ
ഇസ്ലാമിൽ ധാരാളം ശ്രേഷ്ഠതകളുള്ള മഹത്വമുള്ള ഒരു വിഭാഗമാണ് ശുഹദാക്കൾ. വേറെ അഭിപ്രായങ്ങളുണ്ട് എന്തുകൊണ്ട് ഷഹീദ് എന്ന് പറഞ്ഞ പേര് വന്നു എന്നുള്ളത്. ഇതിലേക്ക് നമുക്ക് കിടക്കുന്നില്ല. വിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണമടഞ്ഞ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളുകൾക്കുള്ള ശ്രേഷ്ഠത ഏറെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, സ്വർഗത്തിലെത്തിക്കഴിഞ്ഞ ഒരാൾക്കും തിരിച്ചു പോകാൻ പൂതി ഉണ്ടാകൂല, ആഗ്രഹം ഉണ്ടാകൂല. സ്വർഗത്തിലെത്തിയിട്ട് പിന്നെ തിരിച്ചു വരിക എന്നുള്ളത്, സ്വർഗത്തിലെത്തിയിട്ട് ഒരാൾക്ക് സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വരണം എന്ന ആഗ്രഹം ഉണ്ടാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളും സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ദുനിയാവിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുക ഇല്ല. ഷഹീദ് ഒഴികെ. ഷഹീദ് ആഗ്രഹിക്കുമെന്നാണ്. എന്തുകൊണ്ടാണ് ഷഹീദ് ദുനിയാവിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത്? فإنه يتمنى أن يرجع إلى الدنيا فيقتل 10 مرات لما يرى من فضل الشهادة. ദുനിയാവിലേക്ക് തിരിച്ചു വന്ന് 10 തവണ വീണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി മരണപ്പെടണം എന്നവൻ ആഗ്രഹിക്കും. കാരണം അത്രമേൽ അവിടെ രക്തസാക്ഷികളായ ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലം, നേട്ടങ്ങൾ അതവൻ മനസ്സിലാക്കി. അതിനാൽ അവൻ സ്വർഗത്തിലെത്തിയാൽ വീണ്ടും ദുനിയാവിലെത്തി 10 തവണ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകണമെന്ന് അവൻ ആഗ്രഹിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വചനത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകുന്നതിൻ്റെ ശ്രേഷ്ഠത ഇതിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന ലിശ്ശഹീദി ഇൻദല്ലാഹി 7 ഖിസാൽ. ഷഹീദിന് അള്ളാഹുവിൻ്റെ അടുത്ത് 7 കാര്യങ്ങളുണ്ട്, 7 പ്രധാനപ്പെട്ട നേട്ടങ്ങൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട, യുദ്ധത്തിൽ മരണമടഞ്ഞ 7 കാര്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കട്ടോ? യുഗ്ഫറു ലഹു ഇൻദ അവ്വലി ദഫഅതിൻ മിൻ ദമി. അവൻ്റെ ശരീരത്തിലെ ആദ്യത്തെ ഉറ്റ്, ഒരു ചോര, ഒരു തുള്ളി ഉറ്റിയാൽ തന്നെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഒറ്റ തുള്ളി അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ചിന്തിയാൽ തന്നെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. വയുറാ മഖ്അദുഹു മിനൽ ജന്ന. സ്വർഗത്തിൽ അവൻ്റെ ഇരിപ്പിടം അവന് കാണിക്കപ്പെടും. സ്വർഗത്തിൽ അവന് പ്രവേശിക്കാനുള്ള ഇടം അവന് കാണിച്ചുകൊണ്ടിരിക്കും. വയുഹല്ല ഹുല്ലത്തൽ ഈമാൻ. ഈമാനിൻ്റെ പുടവ അവനെ ധരിപ്പിക്കപ്പെടും. വയുസവ്വജു മിനൽ ഹൂരിൽ ഐൻ. സ്വർഗീയ സ്ത്രീകളെ അവന് ഭാര്യയായി കിട്ടും. വയുജാറു മിൻ ഫിത്നത്തിൽ ഖബ്ർ. ഖബ്ർ ശിക്ഷയിൽ നിന്ന് അവൻ സുരക്ഷിതനായിരിക്കും. വയഅ്മനു യൗമൽ ഫസഇൽ അക്ബർ. നാളെ പരലോകത്തുണ്ടാകുന്ന ഭയാനകത, പേടിപ്പെടുത്തലുകൾ, അതിൽ അവന് തീർത്തും നിർഭയനായിരിക്കും. അവന് അവിടെ പേടിക്കേണ്ടതുണ്ട് ഇല്ല. വയൂദഉ അലാ റഅസിഹി താജുൽ വഖാർ. അല്ലാഹു തആല നാളെ അവനെ ആദരിച്ചുകൊണ്ട് വഖാറിൻ്റെ കിരീടം, ഒരു ഗാംഭീര്യത്തിൻ്റെ കിരീടം അവൻ്റെ തലയിൽ വെച്ചു കൊടുക്കും. അൽ യാഖൂതതു മിൻഹു ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആ കിരീടത്തിലുള്ള ഒരു ചെറിയ രത്നം, അത് ഈ ദുനിയാവും ഈ ദുനിയാവിലുള്ളതിനേക്കാളൊക്കെ ഖൈറായിരിക്കും. ആ കിരീടത്തിൽ ഒരു മുത്ത്, ഒരു മാണിക്യം, അങ്ങനെയുള്ള ഒരു കിരീടം അവൻ്റെ തലയിൽ വെക്കപ്പെടും. വയുസവ്വജു 72 സൗജതൻ മിനൽ ഹൂരിൽ ഐൻ. 72 സ്വർഗീയ സ്ത്രീകളെ അവന് ഭാര്യയായി ലഭിക്കും. വയുശഫഉ ഫീ 70 ഇൻസാനൻ മിൻ അഖാരിബിഹി. അവൻ്റെ കുടുംബക്കാരുടെ കൂട്ടത്തിൽ നിന്ന് 70 ആളുകൾക്ക് ശുപാർശ ചെയ്യാനുള്ള അനുവാദം അവനുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ കാര്യമാണ്! ഈ ഹദീസിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷഹീദിനുള്ള മഹത്വം ഈ ഹദീസിൽ വളരെ വിശാലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ അൽ യാഖൂതതു മിൻഹു ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിൽ ഷഹീദിന് കിട്ടുന്ന ഒരു കിരീടം, ആ കിരീടത്തിലൊരു രത്നം തന്നെ ഈ ദുനിയാവിലുള്ളതിനേക്കാളും ഖൈറാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ?
മാത്രമല്ല ദുനിയാവിൻ്റെ നിസ്സാരതത്തിലുണ്ട്. സ്വർഗത്തിലൊരു കിരീടത്തിൻ്റെ ഒരു രത്നത്തിൻ്റെ വില പോലും ദുനിയാവിനില്ല എന്ന കാര്യം ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി ശ്രേഷ്ഠതകളുള്ള ഒന്നാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള ഷഹാദ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുക എന്നുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതകൾ വിശദീകരിച്ചിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിലെയും സഹിഹായ ഹദീസുകളെയും വെച്ചുകൊണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാന്ദർഭികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഇത്ര അധികം ശ്രേഷ്ഠതയുള്ള ശുഹദാക്കൾക്ക് അത് അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ചിന്തുമ്പോഴേക്കും അള്ളാഹു അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബ്, ഏതു തിന്മയും ഷഹീദിന് പൊറുക്കപ്പെടും, ഇല്ലദ്ദൈൻ, കടമൊഴികെ. കടം ഒഴികെ. നമുക്ക് ഷഹീദിന് എത്ര ശ്രേഷ്ഠത ഇസ്ലാം പഠിപ്പിച്ചു. നമ്മൾ പറഞ്ഞ ഒന്ന് രണ്ട് ഹദീസിൽ നമുക്കത് മനസ്സിലായി. അവർക്ക് കിട്ടുന്ന ആദരവ് അള്ളാഹുവിൻ്റെ അടുത്ത്, അവരെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള വലാ തഹ്സബന്ന ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകളെക്കുറിച്ച് നിങ്ങൾ അവർ മരിച്ചവരാണ് എന്ന് മനസ്സിലാക്കരുത്, വിചാരിക്കരുത്. അവർ അള്ളാഹുവിൻ്റെ അടുത്ത് റിസ്ഖ് നൽകപ്പെടുന്ന അവസ്ഥയിൽ അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ അവർ ജീവിക്കുന്നവരാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിരവധി അനവധി ശ്രേഷ്ഠതകളുള്ള ഷഹീദിനെ കുറിച്ച് യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബ് ഇല്ലദ്ദൈൻ, കടമൊഴികെ, കടം പൊറുക്കപ്പെടുകയില്ല. ഇതിൽ കടത്തിൻ്റെ ഗൗരവമുണ്ട്. ഷഹീദിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദിനെ കുറിച്ച് പെടുത്തു, ഷഹീദിനെല്ലാം പൊറുക്കും, പക്ഷെ കടം പൊറുക്കൂല എന്ന് പറഞ്ഞു. അത് മനുഷ്യരുമായിട്ടുള്ള ഇടപാടാണ്. അതുകൊണ്ട് സാന്ദർഭികമായിട്ട് ഇതിൻ്റെ ചേർത്തി പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. കടം വളരെ ഗൗരവമുള്ള വിഷയമാണ്. കടം നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിർബന്ധിത സാഹചര്യത്തിൽ അനാവശ്യമായി നമ്മൾ കടം വാങ്ങിക്കൂട്ടരുത്. കടം നമുക്ക് പേടിയുണ്ടാകണം. വലിയ വലിയ ബിസിനസ്സും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ആയിട്ട് വരുമ്പോൾ കടം യാതൊരു മടിയില്ലാതെ വാങ്ങി വലിയ പദ്ധതികൾ നമ്മൾ മുമ്പിൽ വെച്ച് പിന്നെ വലിയ കടബാധിതനായി തീരുന്ന അവസ്ഥ നമ്മൾ പേടിക്കണം. അനാവശ്യമായി ഒരിക്കലും കടം വാങ്ങരുത്. ആവശ്യത്തിനും കടം വാങ്ങരുത്. അത്യാവശ്യത്തിന് കടം വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറാം. അനാവശ്യവും ആവശ്യമുണ്ട്, അതിനപ്പുറത്താണ് അത്യാവശ്യം. അത്യാവശ്യത്തിന് കടം വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണം. കാരണം കടം എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമുള്ള വിഷയമാണ്. അതീവ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ ഇസ്തിആദ നടത്തിയിട്ടുണ്ട്. കടത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടിയിട്ടുണ്ട്. കടം വന്ന ആളുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അത് വീട്ടാനുള്ള പരിശ്രമങ്ങൾ നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടം വീടി കിട്ടാനുള്ള പല പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ട്. ഉഹദ് മലയോളം കടങ്ങളുണ്ടെങ്കിലും അത് അള്ളാഹു തആല വീട്ടാൻ സഹായിക്കുന്ന പ്രാർത്ഥനകളുണ്ട്, പഠിക്കണം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമി വഅഗ്നി ബിഫദ്ലിക അമ്മൻ സിവാക് പോലെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് ധാരാളം ലഭ്യമാണ്. നമ്മളുടെ ആപ്പുകളിലും പുസ്തകങ്ങളിലൊക്കെ അത്തരം ദുആകൾ നമുക്ക് ലഭ്യമാണ്. അത് നമ്മൾ പഠിക്കണം. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ കടം വീട്ടാനുള്ള ജോലി, അതുപോലെ തന്നെ കടം വീട്ടുക എന്നുള്ളതൊരു ഇബാദത്താണ്. കടമുള്ള സംബന്ധിച്ചോളം അത് വീട്ടാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് അവൻ്റെ ബാധ്യതയാണ്. അതിന് കൂലി കിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ. അപ്പോൾ കടം വന്നു കഴിഞ്ഞാൽ കടം വരാതിരിക്കാൻ ശ്രമിക്കുക. കടം വന്നു കഴിഞ്ഞാൽ വീട്ടാൻ പരിശ്രമിക്കണം. വീട്ടാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ കൂടെ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യണം. ഒരു പ്രാർത്ഥന പോലും കടബാധിത ഒരു കടബാധിതനായിട്ടുള്ള ആളുടെ അവസ്ഥ ഒരിക്കൽ നമ്മൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിമാണ്, പഠിച്ചൊരാളെന്ന് പറഞ്ഞാൽ അറബി കോളേജിലൊക്കെ പഠിച്ച് ഒരു ബിരുദമുള്ള ഒരാളാണ്. വലിയ കടമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പോയി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കടം മാറി കിട്ടാനുള്ള ഒരു ദുആ ശ്രദ്ധിച്ചിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല, അത് ചൊല്ലുന്നുമില്ല.
അയാൾ പലരോടും കടം വീട്ടാനുള്ള സഹായം ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷേ അള്ളാഹിനോട് ചോദിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ കടം വീട്ടണേ നമുക്ക് പച്ചമലയാളത്തിൽ പറയാം. പക്ഷേ അതിന് ആ കടം വീട്ടാൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് കിട്ടാൻ വേണ്ടി മാത്രം പഠിപ്പിച്ച ദുആകളുണ്ട്. അത് പ്രാർത്ഥിക്കുന്നില്ല. എന്നിട്ട് ആളുകളോട് ചോദിച്ചു നടക്കുകയാണ്, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല കടം വീട്ടാനുള്ള കാര്യത്തിന് വേണ്ടി. നമ്മൾ പഠിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഈ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മൾ സാമ്പത്തികമായി സഹായിക്കുന്നതിന് അപ്പുറത്ത് കടം വീടാനുള്ള പ്രാർത്ഥന അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന കാണാം. ഒരിക്കൽ മുആദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലാ ഉഅല്ലിമുക ദുആഅൻ തദ്ഉ ബിഹി ലൗ കാന അലൈക മിസ്ലു ജബലിൻ ഉഹുദിൻ ദൈനാ. നിനക്കൊരു പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചു തരാം. നിനക്ക് ഉഹദ് മലയോളം കടങ്ങളുണ്ടെങ്കിലും ലഅദ്ദാഹു അല്ലാഹു അൻക, ആ പ്രാർത്ഥന നീ ചൊല്ലിയാൽ അല്ലാഹു തആല നിനക്ക് വീട്ടി തരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير رحمن الدنيا والآخرة ورحيمهما تعطيهما من تشاء وتمنع منهما من تشاء ارحمني رحمة تغنيني بها عن رحمة من سواك الرحمة റഹ്മത്തി മൻ സിവാക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഈ പ്രാർത്ഥന നമ്മൾ വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഉഹദ് മലയോളം അവന് കടബാധ്യതകളുണ്ടെങ്കിലും അല്ലാഹു തആല അത് വീട്ടിക്കൊടുക്കാൻ സഹായിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ഷഹീദ് എന്ന് പറയുന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ മൂന്നായി തിരിച്ചിരുന്നു. 3 തരം ഷഹീദുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഷഹീദുൽ ദുനിയ വൽ ആഖിറ, മറ്റൊന്ന് ഷഹീദു അദ്ദുനിയ, മറ്റൊന്ന് ഷഹീദു അൽ ആഖിറ. ഒന്നാമത്തേത് ഷഹീദു ദുനിയ വൽ ആഖിറ, അവൻ ദുനിയാവിലും പരലോകത്തും ഷഹീദാൻ. ദുനിയാവിലും പരലോകത്തും അവൻ ഷഹീദാൻ. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഷഹീദ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുഫാറുകളുമായി യുദ്ധം ചെയ്ത് മരണപ്പെട്ടയാൾ, അവൾ ദുനിയാവിലും ഷഹീദാണ്, പരലോകത്തും ഷഹീദാണ്. അള്ളാഹുവിൻ്റെ കലിമ ഉന്നതമാകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വജൂ ഉദ്ദേശിച്ചുകൊണ്ട് പോരാടി മരിച്ചയാൾ, അവൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ കലിമ ഉന്നതമാവുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവൻ യുദ്ധം ചെയ്തത്. അങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ മരണപ്പെട്ടയാൾ അവൻ ദുനിയാവിലും ഷഹീദാണ്, പരലോകത്തും ഷഹീദാണ്. ദുനിയാവിൽ ഷഹീദാണെന്ന് പറഞ്ഞാൽ ഒരു ഷഹീദിന് കിട്ടുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. ഷഹീദായി മരിച്ചയാൾക്ക് നിസ്കരിക്കേണ്ടതില്ല, അവന് കഫൻ ചെയ്യേണ്ടതില്ല, അതേപോലെ തന്നെ കുളിപ്പിക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള നടപടികൾ ഷഹീദിന് നടത്തും. അതേപോലെയായിരിക്കും, അതാണ് ഷഹീദു അദ്ദുനിയ എന്ന് പറഞ്ഞാൽ. ദുനിയാവിൽ ഷഹീദിൻ്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടതില്ല, നിസ്കരിക്കേണ്ടതില്ല. അതൊക്കെ നിസ്കരിക്കാൻ പാടുണ്ടോ, നിസ്കരിക്കൽ നിർബന്ധമാണോ, നിസ്കരിക്കാൻ സുന്നത്ത്, ഇങ്ങനെ ചർച്ചയാണ്. നിസ്കരിക്കേണ്ടതില്ല, അതാണ് അർത്ഥം. നിസ്കരിക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാത്ത സന്ദർഭമുണ്ട്. അതുപോലെ കഫൻ ചെയ്യേണ്ടതില്ല, അവൻ ഏത് രൂപത്തിൽ അങ്ങനെ തന്നെ മറമാടുക. അഥവാ സാധാരണ നമ്മൾ മയ്യത്തിന് ചെയ്യുന്ന കഫൻ ചെയ്യൽ, കുളിപ്പിക്കലൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ നിലക്കായിരിക്കും ദുനിയാവിൽ അവന് മയ്യത്തിനോട് ചെയ്യുക. പരലോകത്തും അവൻ ഷഹീദാണ്. അവന് ഷഹീദിന് ലഭിക്കുന്ന നേട്ടങ്ങളൊക്കെ അവൻ മരിച്ച ഉടനെ കിട്ടേണ്ടത് കിട്ടും. മരിച്ച ഉടനെ ഖബറിലും ശേഷമുള്ള ജീവിതത്തിലുമൊക്കെ ആ ഷഹീദിന് ലഭിക്കേണ്ട എന്തൊക്കെ നേട്ടങ്ങളുണ്ട് അതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഷഹീദു ദുനിയ വൽ ആഖിറ എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ കലിമത്ത് ഉന്നതമാകാൻ വേണ്ടി യുദ്ധം ചെയ്ത് മരണപ്പെട്ട ആൾ. രണ്ടാമത്തെ ഷഹീദുദ്ദുനിയ. ഷഹീദുദ്ദുനിയ എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിൽ മരിച്ചതാണ്, പക്ഷെ അവൻ്റെ നിയ്യത്ത് വേറെയായിരുന്നു. അവൻ
ദുനിയാവിൽ മറ്റെന്തോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യുദ്ധത്തിന് പോയത്. അങ്ങനെ യുദ്ധത്തിൽ മരണപ്പെട്ടു. അല്ലെങ്കിൽ ആളുകൾ അവനെക്കുറിച്ച് ഭയങ്കര ധീരനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യുദ്ധത്തിന് പോയത്. അങ്ങനെയുള്ളയാൾ ഷഹീദ് ദുനിയാവിൽ അവൻ ഷഹീദായി അറിയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് വന്ന ഒരാൾ ചോദിച്ചു, ജാഅ റജുലുൻ ലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല റജുൽ യുഖാതിലു ലിൽ മഗ്നം വറജുൽ യുഖാതിലു ലിദ്ദിക്ർ വറജുൽ യുഖാതിലു ലിയുറാ മകാനുഹു. ഒരാൾ ഗനീമത്ത് സ്വത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, മറ്റൊരാൾ പ്രശസ്തിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, മറ്റൊരാൾ അവൻ്റെ സ്ഥാനം കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് അറിയാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. ഇതിലാരാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവർ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ ഫഹുവ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ കലിമ ഉന്നതമാകാൻ വേണ്ടി ആരാണ് യുദ്ധം ചെയ്തത്, അവനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തത്. എന്തെങ്കിലും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തയാൾ, അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവനല്ല. അപ്പം അങ്ങനെ ഒരാൾ യുദ്ധത്തിൽ തന്നെയാണ് പങ്കെടുത്തത്, അവൻ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു. പക്ഷേ അവൻ്റെ നിയ്യത്ത് മറ്റൊന്നായതുകൊണ്ട് ദുനിയാവിൽ അവൻ ഷഹീദാണ്, ദുനിയാവൻ ഷഹീദായിട്ട് അറിയപ്പെടും. അതേപോലെ തന്നെ ദുനിയാവിലൊരു ഷഹീദിന് കിട്ടേണ്ട കാര്യങ്ങൾ, അവൻ്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടതില്ല, കുളിപ്പിക്കേണ്ടതില്ല, കഫൻ ചെയ്യേണ്ടതില്ല, അങ്ങനെ എന്ത് ചെയ്യും, അവൻ്റെ തജ്ഹീസുൽ മരണാനന്തര മുറകൾ അങ്ങനെ കൈ ചെയ്യും. പക്ഷെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവൻ നരകത്തിലെറിയപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്ന അവ്വല നാസി യുഖ്ദാ യൗമൽ ഖിയാമ. ആദ്യമായി പരലോകത്ത് തീരുമാനിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ റജുലുൻ ഉസ്തുഷ്ഹിദ്, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി മരിച്ചയാളാണ്. അവനെ കൊണ്ടുവരപ്പെടും, അവന് ലഭിച്ച നിഅമത്തുകൾ അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തും, അവനത് മനസ്സിലാകും. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഫമാ അമിൽത ഫീഹാ, നീ അതിൽ ആ നിഅമത്ത് കൊണ്ട് എന്താണ് ചെയ്തത്? അയാൾ പറയും, ഖാതൽതു ഫീക ഹത്താ സ്തുഷ്ഹിദ്തു, ഞാൻ ഷഹീദാകുന്നത് വരെ നിനക്ക് വേണ്ടി നിന്റെ മാർഗത്തിൽ പോരാടി. അപ്പോൾ അള്ളാഹു തആല പറയണം, കദബ്ത, നീ പറഞ്ഞത് കളവാണ്, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക ഖാതൽത ലിഅൻ യുഖാല ജരീഉൻ, ധൈര്യശാലിയാണ്, ധീരനാണ് എന്നറിയപ്പെടാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. ഫഖദ് ഖീൽ, അത് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു, നീ മരിച്ചതോടുകൂടി എൻ്റെ യുദ്ധത്തിൽ വളരെ നല്ല രൂപത്തിൽ യുദ്ധം ചെയ്ത ആളുകൾ എന്നെക്കുറിച്ച് ഭയങ്കര പോരാളിയായിരുന്നു, യോദ്ധാവായിരുന്നു, ധീരനായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു, നിനക്ക് കിട്ടേണ്ടത് കിട്ടി. പിന്നീട് അവനെ സുമ്മ ഉമിറ ബിഹി ഫസുഹിബ അലാ വജ്ഹിഹി ഹത്താ ഉൽഖിയ ഫിന്നാർ, മുഖം നിലത്ത് കമഴ്ത്തി കിടത്തിക്കൊണ്ട് അവൻ, അല്ലെങ്കിൽ മുഖം കുത്തിയ അവസ്ഥയിൽ അവനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി നരകത്തിൽ എറിയപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്ക്, ഇത് നിയ്യത്തിൻ്റെ വിഷയമാണ്. വലിയ കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മം ചെയ്ത് അതിന് കൂലി കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, പക്ഷെ നിയ്യത്ത് മാറിപ്പോയി. അതിലൂടെ അവന് കിട്ടിയതെന്താണ്? അവന് നരകമാണ് ലഭിച്ചത്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ നിയ്യത്ത് അതിപ്രധാനമാണ്. വലിയ നല്ല കാര്യങ്ങൾ, വലിയ നന്മ, ഇസ്ലാം പഠിപ്പിച്ച വലിയൊരു നന്മയാണ് അൽ ജിഹാദ് ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അതിൽ നിയ്യത്ത് മാറിപ്പോയപ്പോൾ എന്ത് ചെയ്തു? ആളുകൾക്കിടയിൽ അവന് പേരൊക്കെ കിട്ടി, പക്ഷേ നരകത്തിൽ അവന് ആദ്യം എറിയപ്പെടുന്ന ഒരു വിഭാഗമായി മാറി. നിയ്യത്ത് വളരെ പ്രധാനമാണ്. എത്ര വലിയ നന്മകൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ നിയ്യത്ത് മോശമാണെങ്കിൽ, ആളുകളെ കാണിക്കാൻ വേണ്ടി, ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അറിയപ്പെടാൻ വേണ്ടി, ഇഖ്ലാസ് ഇല്ലെങ്കിൽ എല്ലാം നഷ്ടമാണ്. ഇദാ ലം തുഖ്ലിസ് ഫലാ തതഅബ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു. നിങ്ങൾക്ക് ഇഖ്ലാസിൽ നീ വെറുതെ പണിയെടുത്ത് ക്ഷീണിക്കണ്ട. എന്താണെങ്കിലും ഇപ്പോൾ ദഅവ, ഇപ്പോൾ ഒരു ദഅവ ഇവിടെ നടക്കുന്ന ഈ ഒരു സംരംഭത്തിൽ ഇതുമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ഇഖ്ലാസിനെ എപ്പോഴും പരിശോധിക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ ഒരുമിച്ച് കൂടി നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയ്യത്ത് നമ്മൾ എപ്പോഴും പരിശോധിക്കണം. ഒരു മത്സരം, മറ്റുള്ളവരെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഒന്നും ആകരുത്. നമ്മൾ കുറച്ചും കൂടി ഗൗരവത്തിൽ മറ്റുള്ള നാട്ടിലെ സാഹചര്യത്തെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അവരാരെയും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ പരാജയപ്പെടുത്താനോ ആരെയും കാണിക്കാനോ ഒന്നും ആകരുത്.
തൊട്ടടുത്ത പ്രദേശം അവിടെ ദർസിൽ ഇത്ര ആളുള്ളൂ, ഇവിടെ നമ്മൾ കൂടുതൽ ആളുണ്ട്, അങ്ങനൊന്നും ചിന്തിക്കുക. നമ്മൾ കുറച്ചും കൂടി ഗൗരവത്തിൽ ഇഖ്ലാസിനെ കുറച്ച് കൂടുതൽ പരിശോധിക്കണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാകണം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരുമിച്ച് കൂടിയത്, ഇതിനു വേണ്ടി സംഘടിപ്പിച്ച് നമുക്ക് കൂലി കിട്ടും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ എത്ര വലിയ മനോഹരമായ സദസ്സ് സംഘടിപ്പിച്ചാലും അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇഖ്ലാസ് എത്ര വലിയ നന്മയാണെങ്കിലും അതിന് ഇഖ്ലാസ് ഇല്ലെങ്കിൽ അത് നിലനിൽക്കുകയില്ല, അത് ഉപകാരപ്പെടുകയില്ല. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക എന്ന് സുബ്ഹാനല്ലാഹ്, നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ കുറയും. സ്വാഭാവികമായിട്ടും ചില ആളുകളുടെ പ്രതികരണം ചിലപ്പോൾ നമ്മൾ വിഷമിപ്പിക്കും ചില കാര്യങ്ങൾ. ഇപ്പം നോക്ക്, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. കുടുംബബന്ധം ചേർക്കുക മഹത്തരമായ ഇബാദത്താണ്. നമ്മൾ കുടുംബബന്ധം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളോട് നല്ല രൂപത്തിൽ ഇണങ്ങിക്കൊള്ളണമെന്നില്ല, നമ്മോട് ഇങ്ങോട്ട് ബന്ധം മുറിക്കാൻ ശ്രമിക്കും. അപ്പോൾ വീണ്ടും ബന്ധം ചേർക്കാൻ ശ്രമിക്കുക. അവർ വീണ്ടും ബന്ധം മുറിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അങ്ങോട്ട് ബന്ധം ചേർക്കാൻ ശ്രമിക്കുക. കാരണം എന്താണ്, അവർ ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. കുടുംബബന്ധം ചേർക്കുക എന്നുള്ള ഇബാദത്ത്. നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അവർ ഇങ്ങോട്ട് ഇണങ്ങിയാൽ അതിൻ്റെ കൊണ്ട് ഗുണമുണ്ട്. പക്ഷേ ഇങ്ങോട്ട് ഇണങ്ങിയിട്ടില്ലെങ്കിലും നമ്മൾക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. ചില ആൾക്കാർ സലാം പറഞ്ഞാൽ മടക്കൂല. ചിലപ്പോൾ എന്തെങ്കിലും വ്യക്തിപരമായ ദേഷ്യം കൊണ്ടൊക്കെ ആയിരിക്കും. ശരിയാണ്. നമ്മൾ സലാം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ്? അയാൾ മടക്കാൻ വേണ്ടിയിട്ടാണോ? അയാൾ മടക്കിയ അയാൾക്ക് കൂലി കിട്ടും. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് സലാം പറയുന്നത്. അസ്സലാമു അലൈക്കും. അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ സലാം പറഞ്ഞതെങ്കിൽ അയാൾ തിരിച്ചു മടക്കാത്തതിൽ സ്വാഭാവികമായിട്ടൊരു പ്രയാസം ഉണ്ടാവുമെങ്കിലും നമ്മൾ കൂടുതൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കും, പക്ഷേ അയാൾ നമ്മളെ മെയിൻ്റ് ആക്കിയില്ല. നമ്മൾ പുഞ്ചിരിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹ്ക്ക് വേണ്ടി പുഞ്ചിരിച്ചാൽ നമുക്ക് സദഖയാണ്. തിരിച്ചയാൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് അയാളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അയാൾ തിരിച്ചു ചിരിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാവും, ശരിയാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് ചിരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. അതിൻ്റെ ഫലം കിട്ടിയാലും കിട്ടിയിട്ടില്ല നമുക്കതിൻ്റെ കൂലി കിട്ടും. ഇപ്പോൾ ഒരു ദഅവ നടത്തുമ്പോൾ ആളുകൾ അത് സ്വീകരിച്ചാലില്ലെങ്കിലും ഇഖ്ലാസോടുകൂടി ചെയ്തതിന് കൂലിയാണ്. സ്വീകരിച്ചാൽ ഖൈറുൻ അലാ ഖൈർ, അവർ ചെയ്തതിൻ്റെ കൂലി കൂടി നമുക്ക് ഏറെ കിട്ടും. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. അള്ളാഹ്ക്ക് വേണ്ടി നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കിയുള്ള അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ നമുക്ക് കുറച്ച് അമിതമായ ടെൻഷൻ ഉണ്ടാകും. ചിലപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹിനെ കൂലി തരുന്നത്. ഒരു ദർസ് നടത്തുമ്പം ഒരു ദിവസം ക്ലാസ്സിന് ഒരാളെ വന്നിട്ടുള്ളൂ. ക്ലാസ് എടുക്കുന്ന ആളും പിന്നെ നമ്മളും. നമുക്കതിന് കൂലി ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് സംഘടിപ്പിച്ചത്. ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അതിൻ്റെ കൂലി, ആൾ കൂടുതൽ വന്നാൽ കൂടുതൽ കൂലി ഉണ്ടാവും, ശരിയാണ്. പക്ഷേ ആളുകൾ കുറഞ്ഞാൽ അസ്ലന അമലിൻ്റെ കൂലി കുറയുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അള്ളാഹ്ക്ക് വേണ്ടി ആകണം നമ്മുടെ കർമ്മങ്ങൾ. അള്ളാഹു തആല ആ രൂപത്തിൽ ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ വിഭാഗം ഷഹീദ് എന്ന് പറയുന്നത് ഷഹീദുൽ ആഖിറ. ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. എന്താണ്? ഷഹീദു ദുനിയ വൽ ആഖിറ. ദുനിയാവിലും പരലോകത്തും അത് ഷഹീദാണ്. അതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ കലിമ ഉന്നതമാകാൻ വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചയാൾ. രണ്ടാമത്തെ എന്താണ്? ഷഹീദു അദ്ദുനിയ. ദുനിയാവിൽ മാത്രം അവൻ ഷഹീദാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് അവൻ ഷഹീദല്ല. അവൻ്റെ നീയത്ത് മാറിപ്പോയി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചതാണ്. പക്ഷേ അയാളുടെ നീയത്ത് മറ്റൊന്നായതുകൊണ്ട് ദുനിയാവിൽ അയാൾ ഷഹീദായി അറിയപ്പെടും. പക്ഷെ നാളെ പരലോകത്ത് അയാൾ ഷഹീദായിരിക്കുകയില്ല. മൂന്നാമത് ഷഹീദു അൽ ആഖിറ. പരലോകത്ത് അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും. പക്ഷെ ദുനിയാവിൽ അവർക്ക് ഷഹീദിൻ്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാവില്ല. അവർ മരിച്ചാൽ സാധാ മയ്യത്ത് മറമാടുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ മരണാനന്ത കർമ്മങ്ങൾ സാധാരണ മയ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യാം. ഇങ്ങനെയുള്ള മറ്റു ചില ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10-20 വിഭാഗം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തഅദ്ദൂന അശ്ശഹീദ ഫീകും,
നിങ്ങളുടെ കൂട്ടത്തിൽ ഷഹീദ് എന്ന് നിങ്ങൾ കണക്കാക്കുന്നത് എന്താണ്? ഷഹീദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണുന്നത് എന്തൊക്കെയാണ്? ഖാലു, അപ്പോൾ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് കൊല്ലപ്പെട്ടയാളാണ്, അവരാണ് ഷഹീദ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശുഹദാ ഉമ്മത്തി ഇദൻ ലഖലീൽ. അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മത്തിൽ ശുഹദാക്കൾ കുറവായിരിക്കും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശരിയാവണ്ണം ജിഹാദ് ചെയ്ത് മരണപ്പെട്ട ആളുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ ഈ ഉമ്മത്തിൽ. ഇപ്പം നമുക്കതിനുള്ള സാഹചര്യമല്ല, ഇപ്പം നമ്മൾക്കൊരു ജിഹാദിന് അവസരമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മത്തിൽ ഷഹീദുകൾ കുറവായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജിഹാദിൻ്റെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് പറയുന്ന എല്ലാ ജിഹാദും ജിഹാദല്ല. ജിഹാദിന് ചില ഷുറൂത്തുകളുണ്ട്. നിസ്കാരത്തിന് ഷുറൂത്തുള്ളതുപോലെ, നിബന്ധനകളുള്ളതുപോലെ. തോന്നിയതുപോലെ നിസ്കരിച്ച നിസ്കാരം ശരിയാകില്ല, തോന്നിയതുപോലെ നോമ്പെടുത്താൽ ശരിയാകില്ല. അതുപോലെ ഹജ്ജും ഏത് ഇബാദത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചെയ്യണം. നിസ്കാരത്തിന് ഷർത്തുണ്ട്. ആ ഷർത്ത് അത് പാലിച്ച് ചെയ്താലേ നിസ്കാരമാക്കുള്ളൂ എന്നതുപോലെ ജിഹാദ് മഹത്തരമായ ഇബാദത്ത്, അതിന് ഷർത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഷർത്തൊത്ത ഷുറൂത്തുകൾ യോജിച്ചു വരുന്ന ജിഹാദാകുള്ളൂ. അല്ലെങ്കിൽ അതിനു വേണ്ടി അയാൾ പോയി മരിച്ചിട്ടൊന്നും കാര്യമില്ല. ജിഹാദായി അള്ളാഹു പരിഹരിക്കും, ദുനിയാവും പരലോകം അയാൾക്ക് നഷ്ടമാകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ഉമ്മത്തിൽ ശുഹദാക്കൾ കുറവായിരിക്കും. അപ്പോൾ സഹാബത്ത് റസൂലിനോട് ഫമൻ ഹും യാ റസൂലല്ലാഹ്, എങ്കിൽ ആരാണ് ശുഹദാക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ടവൻ ഷഹീദാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ചില ആളുകളെ കുറിച്ച് പറഞ്ഞു, വമൻ മാത ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്. നമ്മളിങ്ങനെ ഹദീസ് പറയുമ്പോൾ നിങ്ങൾ നമ്പർ ശ്രദ്ധിച്ചാൽ മതി, എത്ര ഉണ്ടാവും എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ ഞാൻ പറയാത്ത ചില കാര്യങ്ങളുണ്ടാകാം. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറയാം. വമൻ മാത ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിച്ചവനും ഷഹീദാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവനല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിച്ചവൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിച്ചവൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പുറപ്പെട്ടു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടതാണ്, ഇടയിൽ വെച്ച് എന്ത് ചെയ്തു? മരിച്ചു. ഇടയിൽ വെച്ചിട്ട് മറ്റു കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടു. അല്ലെങ്കിൽ യുദ്ധത്തിന് പോയി തിരിച്ചു വരികയാണ്, ആ സമയത്ത് എന്ത് ചെയ്തു? വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടു. അയാളും എന്താണ്? ഷഹീദാണ്. പക്ഷെ ഏതാണ് ഷഹീദ്? ഷഹീദു അൽ ആഖിറ. മസലൻ യുദ്ധത്തിന് പോകുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? വേറൊരു കാരണം കൊണ്ട് പനി പിടിച്ച് മരിച്ചു എന്ന് വിചാരിക്കാം. അയാൾ ഷഹീദുൽ ആഖിറയാണ്. എന്ന് പറഞ്ഞാൽ ആ മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം. കാരണം യുദ്ധത്തിലല്ല മരിച്ചത്, യുദ്ധത്തിന് പോയപ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിന് തിരിച്ചു വരുമ്പോൾ അങ്ങനെ മരണപ്പെട്ടയാൾ, അവർ ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം അതാണ്. ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ട ആളുകൾ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, വമൻ മാത ഫി ത്വാഊനി ഫഹുവ ഷഹീദ്. ത്വാഊൻ പ്ലേഗ് ബാധിച്ചൊരാൾ മരിച്ചാൽ അയാൾ ഷഹീദാണ്. പ്ലേഗ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചു മരിച്ചയാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അയാൾ ഷഹീദാണ്. അപ്പോൾ രണ്ടാമത്തേത് പ്ലേഗ് ബാധിച്ചയാൾ. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു, വമൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്. വയറിന് എന്തെങ്കിലും അസുഖം ബാധിച്ചു മരിച്ചാൽ അവൻ ഷഹീദാണ്. വയറിന് എന്തെങ്കിലും അസുഖം ബാധിച്ചു മരിച്ചാൽ അവൻ ഷഹീദാണ്. നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ബാധിക്കുമ്പോൾ നമുക്ക് സബർ ചെയ്യാൻ നമുക്ക് പ്രേരകമാകുന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. വയറിൻ്റെ അസുഖം ധാരാളമായി സംഭവിക്കുന്നതാണ്. വയറിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അസുഖം ബാധിച്ച് അയാൾ മരണപ്പെട്ടു, അയാളുടെ മരണകാരണം അതാണെങ്കിൽ അയാൾ ഷഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഈ വയറിന് അസുഖം ബാധിച്ച് മരിക്കുന്ന ആളുകൾക്ക് ഖബറിൽ ശിക്ഷയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് പറഞ്ഞു, വമൻ യഖ്തുൽഹു ബത്നുഹു ഫലൻ യുഅദ്ദബ ഫീ ഖബ്രി
ഒരാൾ വയറിന് അസുഖം ബാധിച്ചിട്ടാണ് മരിച്ചതെങ്കിൽ അവന് ഖബറിൽ ശിക്ഷയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. വൽ ഗരീഖു ഷഹീദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അടുത്തതായി പറഞ്ഞത് വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ ഷഹീദാണ് എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കാര്യങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടവർ, പ്ലേഗ് ബാധിച്ച് മരിച്ചയാൾ, വയറിന് അസുഖം ബാധിച്ച് മരിച്ചയാൾ, അതേപോലെ തന്നെ മുങ്ങി മരിച്ചയാൾ, ഇവർ ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു വിഷയം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. റബ്ബേ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ എനിക്ക് അവസരമുണ്ടായാൽ അങ്ങനെ അതിൽ രക്തസാക്ഷിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അള്ളാഹുവിനോട് സത്യസന്ധമായി ചോദിക്കാം. അങ്ങനെ ചോദിച്ചു, അയാൾ മരണപ്പെട്ടു. പക്ഷെ മരിച്ചത് സാധാ മരണമാണ്. അയാൾ ജീവിക്കുന്ന കാലത്തൊരു യുദ്ധത്തിന് അവസരം ഉണ്ടായില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായില്ല. അയാൾക്ക് ഇനി സഹാബത്ത് തന്നെ പലരും, ഇപ്പോൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എന്താണ് വലിയ പോരാളിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല, ഒരുപാട് യുദ്ധങ്ങൾ അദ്ദേഹത്തിനെ സബബാക്കി അള്ളാഹു വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടില്ല, ഷഹീദായി മരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ സത്യസന്ധമായി അള്ളാഹുവിനോട് അള്ളാഹുവിനെ ഷഹീദാക്കി മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. സത്യസന്ധമായിട്ടാകണം. സത്യസന്ധമായിട്ടാണെന്നുള്ള അള്ളാഹ്ക്ക് അറിയാം സത്യസന്ധമാണെന്നുള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ പേടിച്ച് പിന്മാറിനാൽ സത്യസന്ധമായിട്ടല്ല, സത്യസന്ധമായിട്ട് ചോദിക്കണം. മൻ സഅല അല്ലാഹ ശഹാദത ബിസിദ്ഖിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യസന്ധമായി ഷഹാദത്തിനെ രക്തസാക്ഷിയാകണമേ, എന്നെ രക്തസാക്ഷിയാക്കി മരിപ്പിക്കണമേ, ഷഹീദായി മരിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് സത്യസന്ധമായി ഒരാൾ പ്രാർത്ഥിച്ചാൽ ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, ശുഹദാക്കളുടെ പദവിയിലേക്ക് അള്ളാഹു അവനെ എത്തിക്കും. വൈൻ മാത അലാ ഫിറാശി, അവൻ അവൻ്റെ വിരിപ്പിൽ വെച്ചാണ് മരിച്ചതെങ്കിലും, അവൻ്റെ വിരിപ്പിൽ വെച്ച് സാധാരണ മരണമടഞ്ഞത് ആണെങ്കിലും അവൻ എന്ത് ചെയ്യും, അള്ളാഹു ശുഹദാക്കളുടെ പദവിയിലേക്ക് ഉയർത്തും. പക്ഷെ സത്യസന്ധമായി ചോദിക്കണം. സത്യസന്ധമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പക്ഷെ അള്ളാഹു അതിന് തൗഫീക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ചോദ്യത്തിന് എന്തുണ്ട്, അത് കാരണത്താൽ ഇതെല്ലാവർക്കും പറ്റും. ഇത് നമുക്ക് സത്യസന്ധമായി അള്ളാഹുവിനോട് ചോദിക്കാം, അള്ളാഹുവേ, എന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ ഷഹീദാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. സത്യസന്ധമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയാൽ ഈ ശുഹദാക്കളുടെ സ്ഥാനത്തിലേക്ക് എത്താൻ നമ്മൾക്ക് സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാഹനമൃഗത്തിൽ നിന്ന് വീണ് മരിച്ച ആളുകൾ, അത് വാഹനാപകടത്തിൽ മരിച്ച ആളുകളെ കുറിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സുരിഅ അൻ ദാബതിഹി ഫഹുവ ഷഹീദുൻ, ആരെങ്കിലും വാഹനമൃഗത്തിൽ നിന്ന് വീണ് മരണപ്പെട്ടു, അവൻ ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വാഹനത്തിൽ നിന്ന് വീണ് മരിച്ചാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഷഹീദിൻ്റെ ഇപ്പോൾ മുങ്ങി മരിച്ച ഒരാൾ ഷഹീദാണ് എന്ന് പറയുമ്പോൾ ഈ സ്വർഗത്തിൽ അവന് ഷഹീദിൻ്റെ കൂലി കിട്ടണമെങ്കിൽ മിനിമം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സാധനം അടുത്ത് ഉണ്ടാക്കണം. അത് അടിസ്ഥാനമാണ് ഏതൊരു കർമ്മത്തിനും. അങ്ങനെയാണ്. ഇപ്പം നോക്ക്, സ്വർഗം കിട്ടുമെന്ന് പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട് പല കാര്യത്തിനും, അല്ലേ? പല കാര്യങ്ങൾക്കും എന്തുണ്ട്, സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണം? മിനിമം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം അവൻ്റെ അടുത്ത് ഉണ്ടാകണം. അവൻ്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാനുള്ള മിനിമം കാര്യങ്ങൾ അവൻ്റെ അടുത്ത് ഉണ്ടാകണം. അതേതാണ്? ഒന്ന് ഈമാനാണ്. ഒരാൾ മുഅ്മിനായി മുസ്ലിമായിട്ട് ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതേപോലെ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ഇത്തിബാ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനം ഈമാനാണ്. ശരിയായ ശിർക്കില്ലാത്ത, കുഫറില്ലാത്ത വിശ്വാസം ഉണ്ടാകണം. എങ്കിലേ ഈ പറഞ്ഞതിനൊക്കെ കാര്യമുള്ളൂ. ഇപ്പം നോക്ക്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലൊരു നിധിയാണ്. ഈ സ്വർഗത്തിലെ നിധി ആർക്കാ കിട്ടുക? ഒരു മുവഹിദായ ആൾക്കേ കിട്ടുള്ളൂ. മുവഹിദാകാത്ത ആൾക്ക് ഒരിക്കലും എന്തില്ല, സ്വർഗത്തിൽ പ്രവേശിക്കൂല. അതുകൊണ്ട് തൗഹീദ് ഏറ്റവും എല്ലാ നന്മയുടെയും കൂടെ തൗഹീദ് ഉണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കുള്ളൂ.
അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. ഈമാനുള്ള ആളുകൾ, ആ ഈമാനിൻ്റെ കൂടെ അവർ ദുൽമ കലർത്തിയിട്ടില്ല, അഥവാ ശിർക്ക് കലർത്തിയിട്ടില്ല. ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് ഹിദായത്തിലായവർ. ശിർക്കോടുകൂടി എത്ര കർമ്മം ചെയ്തിട്ടും കാര്യമില്ല, അതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാകില്ല. വലഖദ് ഊഹിയ ഇലൈക വഇല അല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അമലുകൾ കംപ്ലീറ്റ് അല്ലാഹു പൊളിച്ചു കളയും. അത് ഈ പറഞ്ഞ എന്തും സൽക്കർമ്മങ്ങൾ തന്നെ പൊളിച്ചു കളയും ശിർക്ക് ചെയ്താൽ. അതുകൊണ്ട് ഈ പറയുമ്പോഴൊക്കെ ഈ അമലുകളുടെ ഫദായിലുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനം എന്തുതന്നെയാണ്? തൗഹീദ് തന്നെയാണ്. തൗഹീദ് ഇല്ലാതെ ഇത് പറഞ്ഞതിനൊന്നും എന്തില്ല, കാര്യമില്ല. പള്ളിയിലേക്ക് നടന്നു വരുന്ന ആൾക്ക് എന്തുണ്ട്? കൂലിയുണ്ട്. ശിർക്ക് ചെയ്യുന്ന ആൾക്കാരോട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം അടിസ്ഥാനം നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കർമ്മത്തിനും ഒരുപാട് ശ്രേഷ്ഠതകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ആർക്കാ കിട്ടുക? മുവഹീദിനെ കിട്ടുള്ളൂ, മുവഹീദിനെ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. തയ്യിബ്, അടുത്തൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, സയ്യിദു ശുഹദാഇ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ശുഹദാക്കളുടെ കൂട്ടത്തിലെ നേതാവ് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ. അദ്ദേഹം ശുഹദാക്കളുടെ കൂട്ടത്തിലെ നേതാവാണ്, ഷഹീദാണ്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വറജുലുൻ ഖാമ ഇലാ ഇമാമിൻ ഫഅമറഹു വനഹാഹു ഫഖതലഹു. ഒരു ഭരണാധികാരിയുടെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിനോട് നന്മ, അക്രമിയായ ഒരു ഭരണാധികാരിയുടെ മുന്നിൽ ചെന്ന് അദ്ദേഹത്തിനോട് നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു. ആ അക്രമിയായ ഭരണാധികാരി അദ്ദേഹത്തെ കൊന്നു. അവൻ ഷഹീദാൻ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉന്നത അവസ്ഥയിലുള്ളയാളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ പോയി നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു, അവർ ഷഹീദാണ്. അങ്ങനെ ആ ഭരണാധികാരി അവനെ കൊന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവൻ ഷഹീദാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹദീസിനെ ചില ആളുകൾ ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ ചെയ്യുന്ന തിന്മകളെ പരസ്യമായി വിമർശിക്കാൻ തെളിവാക്കാറുണ്ട്. മിമ്പറുകളിലും എഴുത്തുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇസ്ലാമിക ഭരണാധികാരികളെക്കുറിച്ച് ഇങ്ങനെ മോശം പറയുക, അവരെ ഉപദേശിക്കുകയാണ്, അവരെ അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന അവസ്ഥയിൽ, എന്ന രൂപത്തിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ആരെങ്കിലും ഒരു ഭരണാധികാരിയെ ഉപദേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അവൻ രഹസ്യമായിട്ടാണ് അത് ചെയ്യേണ്ടത്. ഈ ഹദീസിൽ പറഞ്ഞു രഹസ്യമായിട്ട് തന്നെയാണ്. എന്താ പറഞ്ഞത്? മൻ ഖാമ ഇലാ ഇമാമിൻ ജാഇർ. ഒരു അക്രമിയായ ഭരണാധികാരിയുടെ അടുത്ത് ചെന്നിട്ടാണ് ചെയ്യണത്. വേറെ ഹദീസിൽ ഇൻദ സുൽത്താനിൻ ജാഇർ, ആ സുൽത്താൻ്റെ അടുത്ത് ചെന്നിട്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സുൽത്താൻ വേറെ ഏതോ രാജ്യത്ത്, ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് പറയണില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറയണം. പണ്ഡിതന്മാർ ഈ രണ്ട് ഹദീസിനെയും അത് പരസ്പര വൈരുദ്ധ്യങ്ങളല്ല എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. എന്താ കാര്യം? അവിടെ ചെന്നിട്ട് രഹസ്യമായി അവരുടെ മജ്ലിസിൽ ചെന്ന് ഉപദേശിച്ചു, നന്മ കൽപ്പിച്ചു, തിന്മ വരും. ആ സമയത്ത് ആ ഭരണാധികാരികളെ കൊന്നു, അവന് ഷഹീദിൻ്റെ കൂലിയുണ്ട്. ഒരിക്കലും മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ഗീബത്ത് പറയുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ ശൈലിയല്ല. പല ആളുകളും സൗദി അറേബ്യയിലെ ഭരണാധികാരികൾക്ക് മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണാം. ശരിക്കും തെറ്റാണ്. ഗൗരവമുള്ള വിഷയമാണ്, മൻഹജിയായ വിഷയമാണ്. നമ്മൾ ചിന്തിച്ചു നോക്ക്, വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുക. ഇപ്പം ചിലപ്പോൾ ആ ഭരണാധികാരിയിലുള്ള കാര്യം തന്നെയായിരിക്കും പറയണത്. ഈ ഉള്ളതാണോ ഇല്ലാത്തതാണോ നമ്മളെങ്ങനെ തീരുമാനിക്കണത്? നമ്മുടെ പ്രമാണം എന്താണ്? മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ പറയുന്നതാണ് പ്രമാണമായിട്ട്. സത്യം എന്താ നമുക്കറിയില്ല പലതും. അത് വെച്ചിട്ടാണ് ഈ പറയണത്. അതില്ലാത്തതാണെങ്കിൽ കളവാണ്. ഇനി ഉള്ളതാണ് വിചാരിച്ചോളി. ഒരു ഭരണാധികാരിയിൽ ഉള്ള കാര്യം ഉള്ളതാണ് പറയണത്. അതിനാണ് എന്ത് പറയാം? ഗീബത്ത് എന്ന് പറയാം.
ഇപ്പം നമ്മുടെ ഒരു സഹോദരൻ, നമ്മളെപ്പോലത്തെ ഒരു പച്ച മനുഷ്യൻ, സാധാരണക്കാരൻ, അയാളെക്കുറിച്ച് അയാളുടെ അസാന്നിധ്യത്തിൽ അയാളിലുള്ള കാര്യം പറയുന്നതാണ് ഗീബത്ത് എന്ന് പറയുന്നത്. വൻ പാപമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഭരണാധികാരി അയാളിലുള്ളൊരു കാര്യം പറയുന്നത് ഗീബത്ത് തന്നെയാണ്. അത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സ്ഥാനം കൂടുന്നതിനനുസരിച്ച് ഗീബത്തിൻ്റെ ഗൗരവം കൂടും. പിന്നെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇപ്പം നമ്മളിവിടെ പീഡകൊലായിരുന്ന സൗദീനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും നടക്കാൻ പോകുന്നുണ്ടോ? ആ ഭരണാധികാരി അറിയാൻ പോകുന്നുണ്ടോ? ഇല്ല. അതിന് ഫലമല്ല, നമ്മുടെ അമല് അദ്ദേഹത്തിന് കിട്ടും എന്നല്ലാതെ. അതുകൊണ്ട് അതൊക്കെ വികാരത്തിന് പുറത്ത് ആളുകൾ നമ്മുടെ വികാരം ഇളക്കി വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന പണികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തയ്യിബ്. അടുത്തൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്ന മിൻ വറായിക്കും സമാന സബ്രിൻ, നിങ്ങൾക്ക് ഇനി ഒരു ക്ഷമ ആവശ്യമുള്ളൊരു കാലഘട്ടം വരാനുണ്ട്. നല്ല ക്ഷമ, ദീൻ മുറുകെ പിടിക്കണമെങ്കിൽ ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടം. അങ്ങനെ ക്ഷമ, സമാനു സബർ, ക്ഷമ അങ്ങേയറ്റം ആവശ്യമുള്ള ഒരു കാലം വരാനുണ്ട്. ലിൽ മുതമസ്സികി ഫീഹി അജ്റു 50 ഷഹീദൻ മിൻകും. അന്ന് ദീൻ ആര് മുറുകെ പിടിക്കുന്നുവോ, റസൂലിൻ്റെ സുന്ന, റസൂലിൻ്റെ വഴി, ദീൻ, അത് മുറുകെ പിടിച്ച് ക്ഷമിച്ച് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ 50 ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിലേക്ക് അടുക്കും തോറും ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക, നമ്മുടെ ദീൻ നഷ്ടപ്പെടാതെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായിരിക്കും. ആ ഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ചുറ്റും ഫിത്നകളും തിന്മകളും ദീനിൽ നിന്ന് തെറ്റിത്തെറിക്കാനുള്ള നിരവധി സാഹചര്യങ്ങൾക്കിടയിലൂടെ ദീനനുസരിച്ച് ജീവിക്കാൻ ഒരുത്തിന് സാധിച്ചാൽ അവന് 50 ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്നാണ് പറഞ്ഞത്. വലിയ കാര്യമാണത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ തിന്മ കാണണ്ട, കേൾക്കണ്ട എന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഒരുപാട് സൗകര്യങ്ങൾ, നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ നിരവധി സാഹചര്യങ്ങളും സൗകര്യങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ദീനനുസരിച്ച് നിലകൊള്ളുക എന്നുള്ളത് ഏറെ പ്രയാസമാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ, പ്രയാസത്തിൻ്റെ ഫിത്നയുടെ കാലഘട്ടത്തിൽ ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഷഹീദിൻ്റെ കൂലി ഉണ്ടാകും, 50 ഷഹീദിൻ്റെ കൂലി ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്ത ഒന്ന് അൽ മാഇദു ഫിൽ ബഹർ. കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇപ്പം പിന്നെ അത്ര പ്രശ്നം ഉണ്ടാകില്ല. മുൻകാലത്തൊക്കെ ഈ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ കപ്പലിൻ്റെ അവിടെ അടിക്കുന്ന കാറ്റും തിരമാലയും കൊണ്ട് കപ്പൽ ഇളകി അതിലൂടെ അത് കാരണത്താൽ ഛർദിയും തലകറക്കമൊക്കെ ഉണ്ടായി മരിക്കുന്ന ആളുകൾക്കാണ് അൽ മാഇദു ഫിൽ ബഹർ എന്ന് പറയാം. മനസ്സിലായോ? കപ്പലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ കാറ്റും തിരമാലയൊക്കെ ബാധിച്ചിട്ട് എന്ത് ചെയ്യും, ശരീരമൊക്കെ തലകറങ്ങി ഛർദിയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, മരിക്കും. ഇപ്പം അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ കപ്പലിൽ കയറിയിട്ടില്ല. അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള സൗകര്യങ്ങൾ കൂടുതലായിരിക്കുമല്ലോ. മുൻകാലത്ത് പ്രത്യേകിച്ചും അതിലൂടെ കപ്പൽ യാത്ര നടത്തുന്ന ആളുകൾക്ക് ഈ രൂപത്തിലുള്ള പ്രയാസം ഉണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ ആ പ്രയാസത്തോട് മരിക്കണം. ആ പ്രയാസം ഉണ്ടായാലല്ല, ആ പ്രയാസം അനുഭവിച്ച് മരിക്കുന്ന ആളുകൾക്കാണ് ഷഹീദിൻ്റെ കൂലിയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. ദക്കറ റസൂലുള്ളാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു ഹറാം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദക്കറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുസാത്തൽ ബഹർ, കടലിലൂടെ യുദ്ധം ചെയ്യുന്ന കടൽ പടയാളികൾ, അവരുടെ കാര്യം പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ലിൽ മാഇദി അജ്റു ഷഹീദ്. ഈ രൂപത്തിൽ കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ, കപ്പലിലൂടെ സഞ്ചരിക്കുമ്പോൾ
തലകറക്കവും അതേപോലെ തന്നെ ഛർദിയൊക്കെ ഉണ്ടായിട്ട് മരണപ്പെടുന്ന ആളുകൾ അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വലിൽ ഗരീഖ് നേരത്തെ പറഞ്ഞ വിഷയമാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകൾക്കും ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വേറെ ഹദീസിൽ ഇങ്ങനെ കാണാം, അൽ മാഇദു ഫിൽ ബഹ്രി അല്ലദി യുസീബുഹുൽ ഖൈഉ. ഈ കടലിലൂടെ സഞ്ചരിച്ച് കടലിലെ കാറ്റും തിരമാലകളൊക്കെ ബാധിച്ച് അവന് കൈ എന്ന് പറഞ്ഞാൽ ഛർദി ഉണ്ടാവുകയും അങ്ങനെ അവൻ മരിക്കുകയും ചെയ്താൽ അവന് ലഹു അജ്റു ഷഹീദ്, അവന് ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട്. വൽ ഗരിഖു ലഹു അജ്റു ഷഹീദൈൻ. ഈ ഹദീസിൽ വന്നിട്ടുള്ളത് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആൾക്ക് 2 ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞത് കാണാം. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആൾക്ക് 2 ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയമാണ് എന്ത്, പിന്നെ താഊന്, അതേപോലെ തന്നെ വയറിന് അസുഖം ബാധിച്ച, അതേപോലെ തന്നെ അടുത്തതിൽ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം ദാഉസ്സുൽ എന്ന് പറഞ്ഞാൽ ക്ഷയരോഗം, ടി ബി എന്നല്ലേ പറയാം. ക്ഷയരോഗം ബാധിച്ചു മരിച്ച ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഷഹാദത്തുണ്ട് എന്ന് പറഞ്ഞത് കാണാം. അസ്സുല്ലു ഷഹാദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ക്ഷയരോഗം എന്നുള്ളത് ഷഹാദത്താണ് എന്ന് പറഞ്ഞാൽ ക്ഷയരോഗം ബാധിച്ചു മരിച്ച ആളുകൾ ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശുഹദാഉ സബ്അ സിവൽ ഖത്ലി ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചവരുടെ പുറമേയുള്ള ശുഹദാക്കൾ 7 ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ 7 വിഭാഗം ആളുകളെ പറഞ്ഞു. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില നന്മകളും തിന്മകളൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ എണ്ണം പറയും. ആ എണ്ണത്തിൽ അത് മാത്രമായിക്കൊള്ളണമെന്നില്ല, അങ്ങനെയാണ്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ത്, 7 മഹാപാപങ്ങളെക്കുറിച്ച്. അവിടെ 7 പറഞ്ഞു, മഹാപാപങ്ങൾ വേറെയുണ്ട്, വൻ പാപങ്ങൾ എന്നതുപോലെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വിഭാഗം ഷഹീദുകളെ കുറിച്ച് പറഞ്ഞു. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അൽ മത്ഊനു ഷഹീദുൻ, നമ്മൾ പറഞ്ഞതാണ് പ്ലേഗ് ബാധിച്ചയാൾ. അതുപോലെ വൽ ഗരീഖു ഷഹീദുൻ, അത് നേരത്തെ പറഞ്ഞതാണ് വെള്ളത്തിൽ മുങ്ങി മരിച്ചയാൾ. ഇതിൽ നമ്മൾ പറയാത്ത മറ്റൊരു വിഷയം വസാഹിബു ദാത്തിൽ ജംബി ഷഹീദ്. ദാത്തുൽ ജംബ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചു മരിച്ചയാൾ ഷഹീദാണ്. ദാത്തുൽ ജംബ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഇൽത്തിഹാബു ഗിലാഫിർ റിഅ, ശ്വാസകോശത്തിൻ്റെ ആവരണത്തിൽ വരുന്ന ഒരു തരം മുഴകൾ അല്ലെങ്കിൽ വീക്കം, ഇതിനാണ് ദാത്തുൽ ജംബ് എന്ന് പറയുക. അഥവാ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖമാണ്. അത് ബാധിച്ചയാൾ ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ ദാഉസ്സുൽ പറഞ്ഞു. ദാഉസ്സുൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷയരോഗം. അതും ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട, അത് ശ്വാസതടസ്സത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ലേ. ഈ 2 അസുഖം വെച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നമ്മൾ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം കൊറോണ വന്ന സമയത്ത് കൊറോണ ബാധിച്ച് മരിച്ചയാൾ ഷഹീദാണോ എന്നുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് ഈ പറഞ്ഞ ലങ്സിനെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്, കാര്യമായിട്ട് ശ്വാസതടസ്സം ഉണ്ടാക്കുക. ഈ അസ്സുല്ലു ഷഹാദ എന്ന ഹദീസ്, അതേപോലെ തന്നെ ഈ ദാത്തുൽ ജംബ് എന്ന് പറഞ്ഞ ഈ 2 അസുഖം വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങനെ മരിച്ചയാൾ, അഥവാ കൊറോണ ബാധിച്ച് മരിച്ച ആളുകൾ ഷഹീദിൻ്റെ, അതായത് ഇത് ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട അസുഖം, ഈ 2 ദാത്തുൽ ജംബു അതേപോലെ തന്നെ ദാഉ അസ്സുൽ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽ ഹരീഖു ഷഹീദുൻ. ഹരീഖ് എന്ന് പറഞ്ഞാൽ തീപ്പൊള്ളലേറ്റു മരിച്ചയാൾ ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീപ്പൊള്ളലേറ്റു മരിച്ച ആളുകളും
ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വല്ലദീ യമൂതു തഹ്തൽ ഹദ്മി ഷഹീദുൻ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കെട്ടിടങ്ങൾ അത് തകർന്നു വീണ് മരിച്ചാൽ, ചുമരോ ബിൽഡിങ്ങൊക്കെ തകർന്നു വീണ് മരിച്ചാൽ അതിനിടയിൽപ്പെട്ട് മരിച്ചവൻ ഷഹീദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള. അപ്പോൾ കെട്ടിടം തകർന്നു വീണ് മരിച്ചവൻ ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മറ്റൊരു വിഭാഗം ഗർഭിണിയായിരിക്കെ മരിച്ചു, അല്ലെങ്കിൽ പ്രസവാനന്തരം മരിച്ചു. പ്രസവമായിട്ട് ബന്ധപ്പെട്ട് മരണപ്പെടുന്ന ഇപ്പോൾ കുറവാണ്, മുമ്പ് നേരത്തെ അധികം ഉണ്ടായിരുന്നു. പ്രസവമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ പ്രസവിച്ച ഉമ്മ മരിക്കും, അല്ലെങ്കിൽ കുട്ടി മരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരൊക്കെ മരിക്കുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ പ്രസവിച്ച ഉടനെ സ്ത്രീ മരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, വൽ മർഅതു യഖ്തുലുഹാ വലദുഹാ ജംആഅ ഷഹാദ. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ കുട്ടി അവരെ കൊന്നു എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശു അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ ആ സ്ത്രീ ആ കുട്ടിയുടെ ഗർഭധാരണം കാരണത്താൽ അല്ലെങ്കിൽ പ്രസവ കാരണത്താൽ മരിച്ചുപോയാൽ അത് ഷഹാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യജുറുഹാ വലദുഹാ ബിസുറരിഹി ഇലൽ ജന്ന. ആ സ്ത്രീയുടെ കുട്ടി എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് ആ ഉമ്മയെ വലിച്ചു കൊണ്ടുപോകും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഗർഭിണിയായിരിക്കെ അതേപോലെ തന്നെ പ്രസവാനന്തരം ഒരു സ്ത്രീ മരണപ്പെട്ടാൽ അത് ഷഹാദത്താണ്, അത്തരം സ്ത്രീകൾ ഷഹീദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്നുഫസാഉ യജുറുഹാ വലദുഹാ ബിസുററിഹാ ഇലൽ ജന്ന. പ്രസവം കഴിഞ്ഞ ഉടനെ മരിച്ച സ്ത്രീകൾ അവരുടെ ആ കുട്ടി, ആ ജനിച്ച കുട്ടി അവരുടെ പൊക്കിൾ കൊടിയും കൊണ്ട് അവരെ സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും എന്ന് ഹദീസിൽ കാണാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള മറ്റൊരു വിഷയമാണ് വന്യമൃഗം എന്ത് ചെയ്യാം? ആക്രമിച്ചിട്ട് മരിക്കുക. സംഭവിക്കുകയാണല്ലേ, പുലി കടുവയൊക്കെ ഇറങ്ങിയിട്ട് അവരുടെ ആക്രമണത്തിൽ മരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വഅക്ലു السبع والغرق وأكل السبع والغرق والحرق والبطن وذات الجنب شهادة. وأكل السبع നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, والغرق والحرق والبطن وذات الجنب شهادة. അക്ലു السبع എന്ന് പറഞ്ഞാൽ വന്യമൃഗം തിന്നിട്ട് മരണപ്പെട്ട ആളുകൾ ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പം വന്യമൃഗം തിന്നു അല്ലെങ്കിൽ ആക്രമിച്ചു മരണപ്പെട്ടാൽ അതും ഷഹാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ മാത മുറാബിതൻ മാത ഷഹീദ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കാവൽ ഭടനായി നിലകൊണ്ടു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തി സംരക്ഷകനായി നിലകൊണ്ടു, അങ്ങനെ അയാൾ മരിച്ചു. യുദ്ധത്തിലല്ല, അയാൾ മുറാബിത്താണ്, അതിർത്തി സംരക്ഷകനാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ഇസ്ലാമിക രാജ്യത്ത് അതിൻ്റെ അതിർത്തി സംരക്ഷകനായി നിലകൊണ്ട് അങ്ങനെ അയാൾ മുറാബിത്താണ്. അയാൾ മരിച്ചു കഴിഞ്ഞാൽ മുറാബിത്തിന് വേറെയും ശ്രേഷ്ഠത ഉണ്ട്. മുറാബിത്തിന് അതിർത്തി സംരക്ഷകന് ഖബർ ശിക്ഷയില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവൻ മരിച്ചതെങ്കിൽ അവന് ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദുൻ.
നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊല്ലപ്പെട്ടു. നമ്മുടെ സമ്പത്ത് ഒരാൾ ആക്രമിക്കാൻ, കൊള്ളയടിക്കാൻ വന്നു. നമ്മളെന്ത് പ്രതിരോധിച്ചു. അങ്ങനെ അയാൾ നമ്മളെ കൊന്നു. നമ്മൾ സമ്പത്തെടുക്കാൻ നമ്മുടെ വീട്ടിലേക്ക് കള്ളൻ കയറി, നമ്മളെന്ത് ചെയ്തു? ആ കള്ളനെ പ്രതിരോധിച്ചു, അയാൾ നമ്മളെ കൊന്നു, നമ്മൾ ഷഹീദാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആക്രമിക്കാൻ വരുന്ന ആളുകൾ അവര് നമ്മളെ കൊന്നാൽ നമ്മൾ ഷഹീദാണ്. നമ്മളവരെ തിരിച്ച് പ്രതിരോധത്തിൻ്റെ ഭാഗമായി അവരെ കൊന്നാൽ അവർ നരകത്തിലാണ്. നമ്മൾക്ക് പ്രശ്നമില്ല. പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെങ്ങോട്ട് ആക്രമിക്കാൻ നമ്മൾ പ്രതിരോധിച്ചു, അയാൾ മരിച്ചു പോയാൽ നമുക്ക് കുറ്റമൊന്നുമില്ല. ഇനി നമ്മളെ മരിച്ചത് നിങ്ങൾ ഷഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദുൻ. വമൻ ഖുതില ദൂന അഹ്ലിഹി ഔ ദൂന ദമിഹി ഔ ദൂന ദീനിഹി ഫഹുവ ഷഹീദുൻ. ഇവിടെ 4 കാര്യങ്ങൾ പറഞ്ഞു. നോക്ക്, ഒന്ന്, ഒരാൾ തൻ്റെ സമ്പത്ത് അത് സംരക്ഷിക്കാൻ വേണ്ടി മരണപ്പെട്ടു. മറ്റൊന്ന്, അവൻ്റെ കുടുംബത്തിനെ ആക്രമിക്കാൻ വന്നു, നമ്മൾ പ്രതിരോധിച്ചു. നമ്മുടെ ഭാര്യ, മക്കൾ ആരെങ്കിലും ആക്രമിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? പ്രതിരോധിച്ചു. അതിന് നമ്മൾ കൊല്ലപ്പെട്ടു, നമ്മൾ ഷഹീദാണ്. അതേപോലെ തന്നെ ഔദൂന ദമിഹി, നമ്മളെ തന്നെ ആക്രമിക്കാൻ വന്നു, സമ്പത്തുമല്ല കുടുംബത്തിനല്ല, നമ്മളെ തന്നെ ആക്രമിക്കാൻ വന്നു, നമ്മൾ പ്രതിരോധിച്ചു, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചടിച്ചു, അല്ലെങ്കിൽ നമ്മൾ അതിനിടയിൽ കൊല്ലപ്പെട്ടു, നമ്മൾ ഷഹീദാണ്. അതേപോലെ തന്നെ ഔദൂന ദീനിഹി, നമ്മുടെ ദീന് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടു. നമ്മുടെ ദീൻ മുറുകെ പിടിച്ചതിൻ്റെ പേര് അയാൾ കൊന്നു, ഷഹീദാണ്. യുദ്ധമൊന്നുമല്ല, നമ്മൾ ദീന് മുറുകെ പിടിച്ചതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? നമ്മളെ വെട്ടിക്കൊന്നു. നമ്മളെ സമ്പത്തിന് വേണ്ടിയിട്ടല്ല, ഒന്നുമില്ല, നമ്മളെ ദീന് കണ്ടിട്ട് എന്ത് ചെയ്തു? ഒരാൾ നമ്മളെ കൊന്നു, ഷഹീദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഈ പറഞ്ഞ വിഭാഗം ആളുകളെ നേരത്തെ പറഞ്ഞ ഷഹീദു ദുനിയ വൽ ആഖിറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീൻ, അതേപോലെ തന്നെ ഇത് കൊല്ലപ്പെടുകയാണല്ലോ. മറ്റൊന്നും എന്തല്ല, മരിക്കാണ്. ഏത് ഇപ്പോൾ മുങ്ങി മരിക്കാണ്, ഇത് കൊല ചെയ്യപ്പെടാണ്. അപ്പോൾ ഇത് ഈ ഷഹീദ് ദുനിയ വൽ ആഖിറ അഥവാ മയ്യത്ത് കുളിപ്പിക്കുക, അതേപോലെ തന്നെ മറ്റു കഫൻ ചെയ്യുക, ഈ പരിധിയിൽ പെടുമെന്നുള്ള ചർച്ച ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ വിഭാഗം ഇതെന്താണ്? ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾ എണ്ണിയോ? ഞാൻ മൊത്തത്തിൽ ഹദീസ് ഇങ്ങനെ വായിച്ചു പോയതുകൊണ്ട് അവസാനിപ്പിക്കല്ലേ. ഒന്ന് വേണമെങ്കിൽ ഒറ്റടിക്കും മൊത്തം ഒന്ന് പറയാം. എണ്ണി ആരെങ്കിലും ഉണ്ടോ? 18 20 ആർക്കും കിട്ടിയില്ല? 20 ആയിട്ടില്ല? നോക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. ഒന്ന് കറക്റ്റ് എല്ലാവരും എണ്ണിക്കൊള്ളട്ടെ. ഒന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട് മരിച്ചയാൾ. യുദ്ധത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിച്ചയാൾ. 2, പ്ലേഗ് ബാധിച്ച് മരിച്ചയാൾ. 3, വയറിന് അസുഖം ബാധിച്ച് മരിച്ചയാൾ. 4, മുങ്ങി മരിച്ചയാൾ. 5-മത്തെ നമ്മളൊന്ന് പറഞ്ഞത് ഷഹാദ അഥവാ രക്തസാക്ഷിത്വം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി സത്യസന്ധമായി ചോദിച്ച്, പക്ഷെ അയാൾ അവൻ്റെ വിരിപ്പിൽ വെച്ചാണ് മരിച്ചതെങ്കിലും അയാൾ ഷഹീദുകളുടെ കൂട്ടത്തിൽ അവരുടെ ദറജയിലേക്ക് എത്തുന്നു പറഞ്ഞു. 5. 6-മത്തേത് വാഹന മൃഗത്തിൽ നിന്ന് വീണ് മരിച്ചയാൾ. 7-മത്തേത് അക്രമിയായ ഒരു ഭരണാധികാരിയുടെ അടുത്ത് ചെന്ന് നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു, അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ആ അക്രമിയായ ഭരണാധികാരി കൊല ചെയ്തു, അങ്ങനെ മരിച്ചു. ഇതാണ് 7-മത്തേത്. 8-മത്തേത് ഫിത്നയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം അനുസരിച്ച് സബർ ചെയ്ത് ഒരുത്തൻ ആ ദീൻ മുറുകെ പിടിച്ച് ജീവിച്ചാൽ 50 ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്ന് പറഞ്ഞു. 9-മത്തേത്
കാറ്റും തിരമാലകളൊക്കെ പ്രയാസം കൊണ്ട് കപ്പൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ തലകറക്കവും ഛർദിയൊക്കെ ബാധിച്ച് മരിച്ച അൽമാഇദു ഫിൽ ബഹർ. 10-ാമത്തേത് ക്ഷയരോഗം. 11 ദാത്തുൽ ജംബ് എന്ന് പറയുന്ന അസുഖം ബാധിച്ച്. 12 തീപ്പൊള്ളലേറ്റ് മരിച്ചാൽ. 13 പ്രസവമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കെ ആ ഗർഭധാരണം കൊണ്ട് മരണപ്പെട്ട സ്ത്രീ അവർ ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രയായി? 14. തെറ്റിയോ? ഞാൻ നമ്പർ എത്ര പറഞ്ഞപ്പോൾ ലാസ്റ്റ്? 13 അല്ലേ? 13 ആയിരിക്കും. 14-ാമത്തേത് എന്താ പറയാ, ഈ കെട്ടിടം പൊളിഞ്ഞു ചാടി അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽപ്പെട്ട് മരിച്ച ആൾ. പിന്നെ അടുത്തത് വന്യമൃഗം അതിൻ്റെ ആക്രമണത്തിൽ മരിച്ചയാൾ. അടുത്തത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിർത്തി സംരക്ഷകനായി നിലകൊണ്ട് മരിച്ചയാൾ. അപ്പം എത്രയായി? 16 അല്ലേ? അയ്യോ. ഇനി നമ്മൾ പറയുന്നത് നോക്ക്. 1 സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ അതിൻ്റെ പേരിൽ മരണപ്പെട്ടു. സമ്പത്ത് ആക്രമിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? പ്രതിരോധിച്ച് അല്ലെങ്കിൽ ആ സമ്പത്തിന് സംരക്ഷണം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ മരണപ്പെട്ടു. 18 തൻ്റെ കുടുംബക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി കൊല്ലപ്പെട്ടു. പിന്നൊന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അഥവാ ദൂന ദമിഹി എന്ന് പറഞ്ഞില്ലേ, ദൂന ദമിഹി, തൻ്റെ രക്തം സംരക്ഷിക്കാൻ വേണ്ടി അക്കാരണത്തിൽ എന്ത് ചെയ്തു? കൊല ചെയ്യപ്പെട്ടു. അടുത്തത് ദൂന ദീനിഹി, തൻ്റെ ദീൻ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി കൊല ചെയ്തു. 20 ആയില്ലേ? ഇനിയും ഉണ്ടാവും. ഇതെന്താ വെച്ചാലേ ഇതിൽ ഒരു മൻദൂമ ഉണ്ട്. അതെനിക്ക് വായിക്കാൻ, അതെനിക്ക് ഈ 2 ദിവസത്തിന് മുമ്പ് കിട്ടിയതാണ്. വായിച്ചിട്ട് ഒരു കവിത, ഈ പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ പറയുന്ന ഒരു കവിത, ഒരു മൻദൂമ ഉണ്ട്. ഇത്ഹാഫു അഹ്ലി സആദ ബിമഅരിഫത്തി അസ്ബാബി ഷഹാദ എന്ന് പറയുന്ന ഒരു മൻദൂമ ഉണ്ട്. അത് അലി ഇബ്ൻ ആദം അൽ ഇഥിയോബി, അലി ആദം എത്തിയോബി ഇടണം. ഇപ്പം അടുത്ത് മരണപ്പെട്ട മഹാന വലിയ മുഹദ്ദീസായിരുന്നു. ഹറമിൽ മക്കയിൽ ഉണ്ടായിരുന്ന വലിയ പണ്ഡിതനാണ് അലി ഇബ്ൻ ആദം അൽ ഇഥിയോബി. അദ്ദേഹത്തിൻ്റെ ഒരു നെളുമാൻ, അതിലിതാണ് പറയണത്. 56 ബൈത്തുണ്ട്. ചെറിയ ഷറവുണ്ട്, അത് എനിക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അറബി അറിയുന്ന ആളുകൾ വായിച്ചു നോക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വിഷയങ്ങളുണ്ടോ എന്നുള്ളത് അല്ലാഹു അലം. തയ്യിബ്, നമുക്ക് അവസാനിപ്പിക്കാൻ സമയം ഏകദേശം ആയില്ലേ. അപ്പോൾ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുക. ഇതിൽ പല വിഷയങ്ങളും നമ്മൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളായിരിക്കും ചിലതൊക്കെ. അപ്പം അതിൽ നമ്മൾക്ക് സബ്ർ ചെയ്യാനും അജ്ർ പ്രതീക്ഷിക്കാനൊക്കെ സാധിക്കണം.
അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഈ ഒരു ഇരുത്തം അമലുൻ സാലിഹായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.